Hi everyone, welcome back to BA Tutorial. This is me, Jasna Shamnath. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ക്ലാസ്സുമായിട്ടാണ്. നിങ്ങൾ ഒത്തിരി ആവശ്യപ്പെട്ട കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് കമൻറ്റായി ചോദിച്ച അഡോളസെൻ്റ് സൈക്കോളജിയുടെ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന തരത്തിലാണ് ഞാൻ ഈ ക്ലാസ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം. അതുപോലെ ഇത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറന്നുകൊണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് പോയാലോ. അഡോളസെൻ്റ് സൈക്കോളജി. എന്താണ് ഈ അഡോളസൻസ് പീരീഡ്? അഡോളസൻസ് പീരീഡ് എന്ന് വെച്ചാൽ 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അഡോളസൻസ് പീരീഡ്. ഇതിനെ ടീനേജ് പീരീഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാലോ, ടീനേജ് എന്ന് വെച്ചാൽ 13, 14, 15, 16, 17, 18, 19. അപ്പോൾ ആ ഒരു ടീൻ വരുന്നുണ്ട് എല്ലാത്തിലും. അപ്പോൾ ആ നമ്പേഴ്സുകളെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ടീനേജ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. 12 കഴിഞ്ഞിട്ട് 13 മുതലാണ് TEEN വരുന്നത്, ഇല്ലേ? അപ്പോൾ ഈ 13 മുതൽ 19 വരെയുള്ള പീരീഡാണ് അഡോളസെൻ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പീരീഡിനകത്ത് വരുന്ന ചേഞ്ചസും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം പറയുന്നു, adolescent period is also known as teenage period. Adolescent is the period of teenage period, the period of transition between childhood and adulthood. ഈ പീരീഡിലാണ് ഒരു കുട്ടി ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്ക് പോകുന്നത്. അപ്പോൾ ടീനേജ് പീരീഡ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിനും അഡൾട്ട്ഹുഡിനും ഇടയ്ക്ക് വരുന്ന ഒരു പീരീഡാണ്. അഡോളസെൻ്റ് സൈക്കോളജി എന്ന് വെച്ചാൽ എന്താണ്? അഡോളസെൻ്റ് സൈക്കോളജി ഈസ് ദ ഫീൽഡ് ഓഫ് സൈക്കോളജി ദാറ്റ് ഫോക്കസസ് ഓൺ ദി ഇഷ്യൂസ് ദാറ്റ് ആർ യുണീക്ക് ടു അഡോളസൻസ്. അഡോളസെൻ്റ് സൈക്കോളജി എന്ന് പറയുന്നത് ഇത് സൈക്കോളജിയുടെ ഒരു ഫീൽഡാണ്. ഇതിലെന്താ ഫോക്കസ് ചെയ്യുന്നത്? അഡോളസൻസ് പീരീഡിൽ മാത്രം വരുന്ന ഇഷ്യൂസുകളെയാണ് അഡോളസെൻ്റ് സൈക്കോളജിക്കകത്ത് ഫോക്കസ് ചെയ്യുന്നത്. അഡോളസൻസ് പീരീഡിൽ മാത്രം വരുന്ന ഇഷ്യൂസ്. ഓക്കെ, ഇനി അഡോളസൻസ് ഈസ് ദ ടൈം ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് ആൻഡ് റാപ്പിഡ്ലി ചേഞ്ചിങ് ഇൻട്രസ്റ്റ്. നമുക്കൊന്നിലും സ്ഥിരമല്ലാത്ത ഒരു ടൈമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ താല്പര്യങ്ങൾ മാറി മാറി വരാം. അതുപോലെ തന്നെ എപ്പോഴും ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന ഒരു ടൈമാണ് അഡോളസൻസ് പീരീഡ്. സെക്ഷുവൽ മെച്ചുറേഷൻ ഉണ്ടാകുന്നുണ്ട്, ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ഇമോഷണൽ ഇൻസൈറ്റ് വളരെ കുറവാണ്. അതായത് ഇമോഷണലി നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഇമോഷണൽ കപ്പാസിറ്റി കുറവാണ്. ഇൻസ്റ്റെബിലിറ്റി ആണുള്ളത്. ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയാണ് നമ്മൾക്ക് അഡോളസൻസ് പീരീഡിനകത്ത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സെക്ഷുവൽ മെച്ചുറേഷൻ വരുന്ന പീരീഡാണ്. ഫിസിക്കൽ ഗ്രോത്ത് ആണ്. ഫിസിക്കൽ ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താ ഫിസിക്കൽ ഗ്രോത്തിൽ വരുന്നത്? സെക്ഷുവൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തുകൾ ഉണ്ടാവുക. അതെല്ലാം ഏത് പീരീഡിലാണ്? അഡോളസൻസ് പീരീഡിലാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ലിമിറ്റഡ് ഇമോഷണൽ ഇൻസൈറ്റ് ആണ് എന്ന് പറഞ്ഞു, ഇല്ലേ? അതായത് നമുക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു പീരീഡ് കൂടിയാണ് അഡോളസൻസ്. അഡോളസൻസ് ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡ് ബോത്ത് ഫിസിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് ചേഞ്ചസ്. അതായത് അഡോളസൻസ് ഡെവലപ്മെൻറ്റിനകത്ത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റും ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ചേഞ്ചസും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അഡോളസൻസ് ഈസ് ദ പീരീഡ് ബിറ്റ്വീൻ നോർമൽ ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി ആൻഡ് ദ ബിഗിനിങ് ഓഫ് അഡൾട്ട്ഹുഡ്. അതായത് പ്രായപൂർത്തിയാകുന്ന ഒരു കാലഘട്ടമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡൾട്ട്ഹുഡിലേക്കുള്ള ഒരു ബിഗിനിങ്ങുമാണ്. യൗവനത്തിലേക്കുള്ള ഒരു തുടക്കവും പ്രായപൂർത്തിയാകുന്ന ടൈമുമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? അഡോളസൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്യൂബർട്ടിയുടെ സ്റ്റാർട്ടിംഗ് ആണ്, അതായത് പ്രായപൂർത്തിയാകുന്ന ടൈമാണ്. അതുപോലെ തന്നെ ബിഗിനിങ് ഓഫ് അഡൾട്ട്ഹുഡിലേക്ക് തുടങ്ങുന്നത്, യൗവനത്തിലേക്ക് കടക്കുന്നത് അഡോളസൻസിന് ശേഷമാണ്. അപ്പോൾ അഡോളസൻസ് ഈസ് ദ പീരീഡ് ബിറ്റ്വീൻ നോർമൽ ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി ആൻഡ് ബിഗിനിങ് ഓഫ് അഡൾട്ട്ഹുഡ്.
യൗവനത്തിലേക്കുള്ള തുടക്കവും പ്രായപൂർത്തി നടക്കുന്നതും അഡോളസൻസിലാണ്. ഇനി ബയോളജിക്കൽ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഉണ്ടാകുന്ന ഒരു ടൈമാണ് അഡോളസൻസ്. ഓൺസെറ്റ് അഡോളസൻസ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് പ്യൂബർട്ടി. നമുക്കറിയാം എന്താണ് പ്രായപൂർത്തിയാകുന്ന ടൈം അല്ലെങ്കിൽ ആരംഭ സമയം എന്നൊക്കെ പറയുന്നത് അഡോളസൻസ് പീരീഡിനകത്താണ്. ഇനി സ്പെസിഫിക് ഹോർമോൺ ആർ റിലീസ്ഡ്, അതായത് അഡോളസൻസ് പീരീഡിനകത്ത് സ്പെഷ്യലായിട്ടുള്ള ഹോർമോണുകളൊക്കെ റിലീസ് ചെയ്യുന്ന ടൈമാണ് അഡോളസൻസ് പീരീഡ്. ഡെവലപ്മെൻറ്റ് ഓഫ് സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഗേൾസിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും ബോയ്സിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും എടുക്കുന്ന ടൈമാണ്. അതായത് ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ഗേൾസിൻ്റേതായിട്ടുള്ള കൂട്ടുകെട്ടിൽ വരുന്ന ടൈമാണ്. അതുപോലെ തന്നെ അവരുടെ സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സിന് പ്രാധാന്യം നൽകുന്ന, ഇപ്പോൾ സ്ത്രീകളുടേതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സിന് ഊന്നൽ നൽകുന്ന ഒരു കാലഘട്ടമാണ് അഡോളസൻസ്. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാലഘട്ടമാണ് അഡോളസൻസ് പീരീഡ്. വോയിസ് ചേഞ്ച് ഉണ്ടാകാറുണ്ട്. അഡോളസൻസ് പീരീഡിനകത്താണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വോയിസിൽ ചേഞ്ച് വരുന്നത്. പ്രധാനമായിട്ടും ആൺകുട്ടികളുടെ സൗണ്ടാണ്, അല്ലെങ്കിൽ ഒരു റഫ് സൗണ്ടായിട്ട് അവരുടേത് മാറും. ഗേൾസിനാണെങ്കിലോ ഒരു സ്വീറ്റ് സൗണ്ടായിട്ട് മാറുന്ന ടൈമാണ് അഡോളസൻസ് പീരീഡ്. ഇനി കോംപ്ലക്ഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്ന ടൈമാണ് അഡോളസൻസ്. പ്രശ്നങ്ങളിൽ ചെന്ന് പെടാനും അങ്ങനെയുള്ള, അതായത് ഒരുപാട് പ്രോബ്ലംസിൻ്റെ കാലഘട്ടമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോൾ ഇൻ റിലേഷൻഷിപ്പ്, റിലേഷൻഷിപ്പിൽ വീണ് പോവാൻ, ഫോൾ ഇൻ ലവിലേക്ക് കടക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു ചാൻസ് ഉള്ള ഒരു പീരീഡാണ് അഡോളസൻസ്. ഹീറോ വേർഷിപ്പിംഗ് ഉള്ള ടൈമാണ്, അതായത് നമ്മൾ ഒരാളെ ഹീറോ ആയിട്ട് നമ്മളുടെ മനസ്സിൽ കണക്കാക്കുന്ന ഒരു ടൈമാണ് അഡോളസൻസ്. ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള ടൈമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയാണ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്തിനില്ല? അഡോളസൻസ് പീരീഡിനകത്ത് ഇല്ല. അതുപോലെ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഉള്ള ടൈമാണിത്. ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇമോഷണൽ ഇൻഡിപെൻഡൻസും ഉള്ള ടൈമാണ് നമ്മുടെ അഡോളസൻസ് പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഡേ ഡ്രീമിംഗ് ഉള്ള സമയമാണ്. നമ്മൾ പകൽ കിനാവുകൾ കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, ഡേ ഡ്രീമിങ്ങിൻ്റെ ടൈമാണ് അഡോളസൻസ്. ഇനി ഇവിടെ പറയുന്നു റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ആണ്. റിസ്ക് എടുക്കാൻ ഭയങ്കര താല്പര്യമുള്ളൊരു പീരീഡാണ് അഡോളസൻസ്. ബ്രേക്കിംഗ് ഫ്രം ദെയർ ചൈൽഡ്ഹുഡ് അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റി, അതായത് 12 വയസ്സ് വരെ നമ്മളൊരു ഒരു സെക്യൂരിറ്റി വലയത്തിനകത്തായിരിക്കും വീട്ടിലുള്ളവരുടെ. അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്യുന്ന ഒരു ടൈമാണ്. അതായത് അഡോളസൻസ് പീരീഡിനകത്ത് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള, ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ്. ഇൻഡിപെൻഡൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ശ്രമിക്കുന്ന ഒരു ടൈമാണ് അഡോളസൻസ്. അതുകൊണ്ട് തന്നെ ചൈൽഡ്ഹുഡ് അറ്റാച്ച്മെൻറ്റുകൾ, ഇപ്പോൾ അമ്മയുമായിട്ടും അച്ഛനുമായിട്ടുള്ള അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ടൈമാണ് അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി അഡോളസൻസ് ആർ മോട്ടിവേറ്റഡ് ബൈ പിയർ അക്സെപ്റ്റൻസ്. കൂട്ടുകാർ പറയുന്നതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അഡോളസൻസ് പീരീഡിനകത്ത്. അപ്പോൾ പിയർ ഗ്രൂപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റേജാണ് അഡോളസൻസ് സ്റ്റേജ്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ ലാസ്റ്റ് പറയുന്നത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഇവിടെയുണ്ട്. അത് ആരാ പറഞ്ഞേക്കുന്നത്? എറിക് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിനകത്ത് പറഞ്ഞേക്കുന്ന ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ അഡോളസൻസ് പീരീഡിനകത്താണ് പറയുന്നത്. ഒരു ഐഡൻറ്റിറ്റി കുട്ടി ക്രിയേറ്റ് ചെയ്യുന്ന ടൈമാണ് അഡോളസൻസ്. ഇനി ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ വന്നാൽ ഞാൻ ആരാകും എന്നുള്ള കുട്ടിയുടെ കൺഫ്യൂഷനാണ് ഒരു റോൾ കൺഫ്യൂഷനകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് എറിക് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയിൽ അഡോളസൻസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷനാണ്. ഇനി പ്രധാനമായിട്ട് 3 ഫിസിക്കൽ ചേഞ്ചുകളാണ് അഡോളസൻസ് പീരീഡിനകത്ത് വരുന്നത്. ദ ഏർലി സൈൻ ഓഫ് മെച്ചുറേഷൻ, അതായത് മെച്യൂരിറ്റി ഫീൽ ചെയ്തു എന്നുള്ള മെച്യൂരിറ്റിയുടെ സൈൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഏർലി സൈൻ ഓഫ് മെച്ചുറേഷൻ, മെച്യൂരിറ്റിയുടെ സൈനുകളെല്ലാം ഡെവലപ്പ് ആകുന്ന ടൈമാണ് അഡോളസൻസ്. അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ ദ ഓർഗൻസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ചേഞ്ചസ് വരുന്ന ടൈമാണ് അഡോളസൻസ്.
അടുത്ത ബോഡ്ലി സൈൻസ് ഓഫ് സെക്ഷുവൽ മെച്യൂരിറ്റി ഡു നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ആ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലേത് ഡയറക്റ്റ് ഇൻക്ലൂഡ് ആകാത്ത മറ്റ് സൈൻസുകൾ, സെക്ഷുവൽ മെച്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റ് സൈനുകളുള്ള ബോഡി പാർട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് ഏത് അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? മെച്യൂരിറ്റി പീരീഡാണ്. മെച്യൂറേഷൻ്റെ സൈനുകൾ ബോഡിയിൽ വരുന്ന ടൈമാണ്. അതെന്തുമായിട്ടൊക്കെയാണ്? റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിനകത്ത്, റീപ്രൊഡക്ഷൻ ഓർഗൻസിനകത്ത് ചേഞ്ച് വരുന്നു. ഡയറക്റ്റ്ലി റീപ്രൊഡക്ഷൻ ഓർഗൻസ് അല്ലാത്ത, ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് അല്ലാത്ത ബോഡി പാർട്ടുകൾക്കുള്ള ഡെവലപ്മെൻറ്റും ഏത് പീരീഡിലാണ് വരുന്നത്? അഡോളസൻസ് പീരീഡിലാണ് വരുന്നത്. ഇവിടെ പറയുന്നത് എന്താ നോക്കിക്കേ, അഡോളസൻസ് ഈസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ്. ഇതാരാ പറഞ്ഞത്? സ്റ്റാൻലി ഹാൾ ആണ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? അഡോളസൻസ് ഈസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ്. ആരാ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്? സ്റ്റാൻലി ഹാൾ ആണ്. സ്റ്റാൻലി ഹാൾ ആണ് ഈ ഒരു കോട്ട് അഡോളസൻസിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഇനി പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ 4 സ്റ്റേജുകൾ തിരിച്ചിട്ടുണ്ടല്ലോ. ഈ സ്റ്റേജിൽ 4ാമത്തെ സ്റ്റേജായ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അഡോളസൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്നുകൂടി, പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ 4ാമത്തെ സ്റ്റേജായ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അഡോളസൻസുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അഡോളസൻസ് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഇത്രയും ദിവസം പഠിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എറിക് എറിക്സൺസ് തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ്, അഡോളസൻസ് റെഫേഴ്സ് ടു ദ സ്റ്റേജ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ആൻസർ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ്. നമ്മൾ പഠിച്ചതാണ് ഇല്ലേ? അഡോളസൻസ് സ്റ്റേജിന് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷനുമായിട്ടാണ് എറിക് എറിക്സൺ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റിനകത്ത് പറഞ്ഞേക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസൻസ്? Learning physical skills necessary for ordinary games, achieving emotional independence from elders, learning sex differences and sexual modesty, developing fundamental skills in reading, writing and calculating. ആൻസർ ഇതാ വരുന്നത്, ഇമോഷണൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുക എന്നുള്ളതാണ് അല്ലേ? അടുത്ത ചോദ്യം, സെലക്ട് ദ പേഴ്സൺ ഹു സ്റ്റേറ്റഡ് അഡോളസൻസ് ഈസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ്. എലിസബത്ത് ഹർലോക്ക്, എറിക്സൺ, പിയാഷെ, സ്റ്റാൻലി ഹാൾ. സ്റ്റാൻലി ഹാൾ ആണ് ഈ അഡോളസൻസ് ഈസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്ന് അഭിപ്രായപ്പെട്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ്? റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ, ഹീറോ വർഷിപ്പിംഗ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഡേ ഡ്രീമിംഗ്. നമുക്കറിയാം ഏതാ? ഇമോഷണൽ സ്റ്റെബിലിറ്റി ആണല്ലേ. ഇമോഷണൽ സ്റ്റെബിലിറ്റി ആർക്കില്ല? അഡോളസൻസ് പീരീഡിന് ഇല്ല. അടുത്ത ചോദ്യം, നോർമലി ആൻ അഡോളസൻസ് ഈസ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്? സെൻസർ മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. നമുക്കറിയാം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ അഡോളസൻസ് സ്റ്റേജായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്യുന്നു. അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത് ടീനേജ് പീരീഡാണ്. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡിനും അഡൾട്ട്ഹുഡിൻ്റെയും നടുക്ക് വരുന്ന ഒരു പീരീഡാണ് അഡോളസൻസ് അല്ലെങ്കിൽ ടീനേജ് പീരീഡ്. അഡോളസൻസ് സൈക്കോളജി എന്ന് വെച്ചാൽ എന്താണ്? സൈക്കോളജി ഈസ് ദ ഫീൽഡ് ഓഫ് സൈക്കോളജി ദാറ്റ് ഫോക്കസ് ദ ഇഷ്യൂസ് ദാറ്റ് ആർ യുണീക്ക് ടു അഡോളസൻസ്. അഡോളസൻസ് പീരീഡിൽ മാത്രം വരുന്ന ഇഷ്യൂസ് പഠിക്കുന്ന സൈക്കോളജിയാണ് അഡോളസൻസ് സൈക്കോളജി. ഇൻട്രസ്റ്റുകളുടെ ഫ്ലക്ച്വേഷൻ്റെയും റാപ്പിഡ് ചേഞ്ചിങ്ങിൻ്റെയും ടൈമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. സെക്ഷുവൽ മെച്യൂറേഷൻ ഉണ്ടാകുന്നു, ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ടൈമാണ്. അതുപോലെ തന്നെ ഇമോഷണൽ ഇൻസൈറ്റ് കുറവാണ്. ഓക്കെ, അതുപോലെ തന്നെ അഡോളസൻറ്റ് ഡെവലപ്മെൻറ്റിനകത്ത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റും കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും ഉണ്ടാകാറുണ്ട്. അഡോളസൻസ്
പീരീഡിനകത്താണ് പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ബിഗിനിങ് ഓഫ് അഡൾട്ട്ഹുഡ് യൗവനഘട്ടത്തിലേക്ക് കടക്കുന്നതും അഡോളസെൻസിന് ശേഷമാണ്. ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാകാറുണ്ട്, അതുപോലെ തന്നെ പ്യൂബർട്ടിയുടെ ബിഗിനിങ് ടൈമാണ്. ഹോർമോണുകൾ ഉണ്ടാകുന്നുണ്ട്, സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്ന ടൈമാണ്, വോയിസ് ചേഞ്ച് ഉണ്ടാകുന്നു, കോംപ്ലെക്സ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ടൈമാണ്, റിലേഷൻഷിപ്പിൽ വീഴാവുന്ന സമയം, ഹീറോ വർഷിപ്പിംഗ്, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, ഇമോഷണൽ ഇൻഡിപെൻഡൻസ്, ഡേ ഡ്രീമിംഗ്, റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ, ഇതെല്ലാം അഡോളസെൻസിൽ വരുന്നതാണ്. അടുത്തെന്താണ്? ചൈൽഡ്ഹുഡ് അറ്റാച്ച്മെൻറ്റുകൾ ബ്രേക്ക് ചെയ്യുന്ന ടൈമാണ്, ഇൻഡിപെൻഡൻസ് ഡെവലപ്പ് ചെയ്യുന്ന ടൈമാണ്, അതുപോലെ തന്നെ എന്താണ്? പിയർ ഗ്രൂപ്പുകളെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പിയർ ഗ്രൂപ്പുകൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്ന ഒരു ടൈമാണ് അഡോളസെൻസ്. എറിക് എറിക്സനുമായിട്ട് ബന്ധപ്പെട്ട് ഐഡൻറ്റിറ്റി ബേസിസ് റോൾ കൺഫ്യൂഷൻ ആണ് ഏതിൽ വരുന്നത്? സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിക്കകത്ത് എറിക്സൺ അടയാളപ്പെടുത്തിയേക്കുന്ന അഡോളസെൻറ്റ് പീരീഡിൻ്റെ സയൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അഡോളസെൻറ്റ് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആയിരുന്നു ഇത്. അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ക്വസ്റ്റ്യൻസ് കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, കാരണം നിങ്ങളുടെ കമൻറ്റിൽ നിന്നും സെലക്ട് ചെയ്ത ഒരു ക്ലാസ് ആണിത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായി നമ്മൾ ഉടനെ കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.